everyone. So welcome back to the next session of Child Rights Unit 3. Last sessions നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചൈൽഡ് ലേബർ ആക്ട് ഒക്കെ ആയിരുന്നു. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസീസ് ആണ്. സംഭവം ഒന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും ഏതെല്ലാം ആക്ടും ലോസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാ. അത് തന്നെയല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അല്ലെ? ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ ആക്ട്, ചൈൽഡ് ലേബർ ആക്ട്, അതേപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ സാധനം തന്നെയല്ലേ? ഇതെല്ലാം ഇതിൽ എഴുതാം. ഓക്കെ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസീസ് ചോദിച്ചാൽ ഈ ആക്ടുകളെല്ലാം നമുക്ക് ഇതിൽ എഴുതാവുന്നതേ ഉള്ളൂ. രണ്ടാമത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. പക്ഷെ എന്നാൽ പോലും നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഉള്ളൊരു 3 സാധനം ഉണ്ട്. വേറെ ഒന്നുമല്ല, ഒന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ പോക്സോ, അതും നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയാത്ത ഒന്നാണ് നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ, നിലവിൽ വന്നത് 1974. അപ്പൊ 1974 ഈ നാഷണൽ പോളിസിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ പോളിസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ, പോക്സോയും ജുവനൈൽ ജസ്റ്റിസും മറ്റേതൊക്കെ നമുക്ക് എഴുതണേ. ദെൻ ഇതെന്താ പറയുന്നത് നോക്കിക്കേ. To provide advocate services to children both before and after birth. അതായത് ജനനത്തിന് മുന്നേ ജനനത്തിന് ശേഷവും കുട്ടികൾക്ക് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പോളിസി 1974 നിലവിൽ വന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ ഇത്രേ ഉള്ളൂ എന്നുള്ള കാര്യം. കാരണം എല്ലാവർക്കും ഇപ്പൊ അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഈ കൊടുക്കുന്ന അഡ്വക്കേറ്റ് സർവീസസിൽ എന്തൊക്കെ നമുക്ക് പെടും? ഫിസിക്കൽ സപ്പോർട്ട് പെടും, മെന്റൽ സപ്പോർട്ട് പെടും, അതേപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ടും നമുക്ക് പെടും. ഗവൺമെന്റിന്റെ ഇപ്പൊ അംഗനവാടീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹെൽത്ത് സെന്റേഴ്സ് ഇല്ലേ, ഹെൽത്ത് സെന്റേഴ്സ്, പിന്നെ നമ്മുടെ ഇപ്പോ ഏതോ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മറ്റേ ഈ തിയേറ്ററിലൊക്കെ വരില്ലേ, നമുക്ക് പുകവലിയുടെ അഡിക്ഷൻ ഒക്കെ മാറാൻ വേണ്ടി വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരത്തിലുള്ള മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്ന കൗൺസിലിംഗ് സിസ്റ്റംസ് ഇന്ന് നിലവിൽ ഉണ്ട്. പിന്നെ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റംസ് നമുക്ക് നിലവിലുണ്ട്. ഓക്കെ, the state increases the scope of such services within short period. അപ്പൊ സംഭവം അത്രേ ഉള്ളൂ. ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേയും ജനിച്ചതിന് ശേഷവും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള ഹെൽപ്പും ആ കുട്ടിക്ക് കൊടുക്കുക. അതിനുവേണ്ടി മാക്സിമം സ്റ്റേറ്റും നമ്മുടെ എന്താ പറയാ നേഷനും കൂടി രണ്ടുപേരും ചേർന്ന് മാക്സിമം കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഈ 1974 നാഷണൽ പോളിസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നോക്കിക്കേ, all children to be covered by a health program. അപ്പൊ എന്താണ് ഈ 1974 വന്നിട്ടുള്ള നാഷണൽ പോളിസിയിൽ എന്താ പറയുന്നത്? എല്ലാ കുട്ടികളും ഒരു ഹെൽത്ത് പ്രോഗ്രാമിലെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മള് ഇന്നത്തെ കാലത്ത് ഇപ്പൊ നല്ല ഹൈഫൈ എവിടെയെങ്കിലും ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലൊക്കെ ജയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തുണ്ട്, ഈ ഇൻഷുറൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അംഗൻവാടി വഴി, ഹെൽത്ത് സെന്റേഴ്സ് വഴി കുട്ടികൾക്ക് വിറ്റാമിൻസ് ഒക്കെ കൊടുക്കുന്നില്ലേ? അതൊക്കെ ഒരു ഹെൽത്ത് പ്രോഗ്രാമിന്റെ എന്താ പറയാ അതിന്റെ ഭാഗമായിട്ടാണ്. ദെൻ ന്യൂട്രീഷൻ സർവീസസ് ടു റിമൂവ് ഡെഫിഷ്യൻസി. ന്യൂട്രീഷൻ കൊടുക്കുക കുട്ടികൾക്ക്. ഈ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ വിറ്റാമിൻസ് എല്ലാം 6 മാസം കൂടുമ്പോഴൊക്കെ കിട്ടുന്നില്ലേ? അതേപോലെ തന്നെ അംഗനവാടികളിൽ നിന്ന് അമൃതം പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നില്ലേ? സോ അതൊക്കെ ഈ നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ടാണ്. ദെൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് എക്സ്പെക്ടഡ് ആൻഡ് നഴ്സിംഗ് മദേഴ്സ്. പാലൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും ഉള്ള ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഇന്ന് അംഗനവാടികൾ വഴിയും ഹെൽത്ത് സെന്റേഴ്സ് വഴിയാണ് ആ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. ദെൻ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പറയണോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ദെൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ടു ദോസ് ഹു കനോട്ട് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ഫോർമൽ എഡ്യൂക്കേഷൻ. അതായത് ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടാത്ത കുട്ടികൾക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ലൈക്ക് എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, അത്തരത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ ബാധകമാണ് കേട്ടോ. ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടാത്തവർക്ക് ഇപ്പോ അട്ടപ്പാടി പോലത്തെ റൂറൽ ഏരിയാസിലൊക്കെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. ദെൻ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. എന്താണ്, നമ്മുടെ കുട്ടികൾക്ക് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ കൊടുക്കുക. ദെൻ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എന്തുണ്ട്? എഡ്യൂക്കേഷൻ. അതിനെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാ പറയാ. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതേപോലെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? നമ്മുടെ നാഷണൽ പോളിസിയുടെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ സംഭവം അത്രേ ഉള്ളൂ.
ഗർഭിണികളുടെയും അതേപോലെ തന്നെ പാല് കിട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും സംരക്ഷണം എല്ലാ രീതിയിലും. ഗർഭിണികളെ സംരക്ഷിച്ചാലാണല്ലോ നമ്മുടെ കുട്ടീനെ ബിഫോർ ബർത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പാലുട്ടുന്ന അമ്മമാർക്ക് ന്യൂട്രീഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് കുട്ടികൾക്ക് പാൽ കുടിക്കുമ്പോൾ ആ ഒരു എഫക്റ്റും വരുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ രീതിയിലും എല്ലാവരും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങള് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ രീതിയിലും. ഓക്കെ, ദെൻ ഇതിൽ ഉൾപ്പെടുന്ന ഡിഫറെന്റ് മിനിസ്ട്രീസ് ഏതൊക്കെയാണ്, അതായത് നാഷണൽ പോളിസി ഈ 1974 ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിനിസ്ട്രി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്ട്രീസ് ഏതൊക്കെയാണെന്നാ പറയുന്നത്. ഡെവലപ്മെന്റ് മിനിസ്ട്രി ഫോർ സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് ലേബർ, മിനിസ്ട്രി ഓഫ് ഹോം. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ചേർന്നിട്ടാണ് ഈ നാഷണൽ പോളിസി പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സ്കീമുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അംഗൻവാടി സർവീസ് സ്കീം ഫോർ അഡോളസെന്റ് ഗേൾസ്, അതായത് 14 വയസ്സ് വരെ ആണെന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക്. നമ്മുടെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ശർക്കര, അതേപോലെ തന്നെ ഈ ന്യൂട്രീഷൻ പൗഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കുമല്ലോ ഈ അയൺ ഡെഫിഷ്യൻസി ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീമുകളുണ്ട്. അതേപോലെ തന്നെ നാഷണൽ ക്രീഷ്യസ് സ്കീം ഫോർ ഡേ കെയർ ഫെസിലിറ്റി ടു ചിൽഡ്രൻ 6 months to 6 years ഓഫ് വർക്കിംഗ് മദേഴ്സ്. ദെൻ പോഷൻ അഭിയാൻ ന്യൂട്രീഷൻ. പോഷൻ അഭിയാൻ എന്ന് പറയുന്നത് വേറെ സ്കീമാണ്. ന്യൂട്രീഷൻ ടു ചിൽഡ്രൻ 0 to 6 ഏജ് അഡോളസെന്റ് ഗേൾസ്, പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്. അപ്പൊ ഏതാണ്? ഒന്ന് നമ്മൾ അംഗൻവാടി സർവീസ് സ്കീം പറഞ്ഞു, പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ട്. നാഷണൽ ക്രീഷ്യസ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അമ്മ ജോലിക്കാരി ആണെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഡേ കെയർ നോക്കാൻ വേണ്ടിയിട്ട്, അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേ കെയർ പോലെ വർക്കിംഗ് മദേഴ്സിന്റെ കുട്ടികൾക്ക് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സ്കീമാണ് നാഷണൽ ക്രീഷ്യസ് സ്കീം. പോഷൻ അഭിയാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടി ജനിച്ചത് മുതൽ 6 വയസ്സ് വരെ, അതേപോലെ തന്നെ അഡോളസെന്റ് ഗേൾസ്, പ്രഗ്നന്റ് ലേഡീസ്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, ഇവർക്കെല്ലാം ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കീമാണ്. എന്ന് വെച്ചാൽ അമൃതം പൊടി, ശർക്കര, അതേപോലെ തന്നെ പിന്നെയും കുറെ പാൽ കൊടുക്കുന്ന അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അവർക്ക് അംഗനവാടി വഴി. ഓക്കെ, ദ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, എന്താ ICDS. ഈ അംഗൻവാടി സ്കീമില്ലേ, അതെല്ലാം ICDSന്റെ അണ്ടറിലാണ്, സെപ്പറേറ്റ് പറയുന്നേ ഉള്ളൂ. അതായത് ഈ അംഗൻവാടീസ്, അതേപോലെ തന്നെ നമ്മുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ, ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പറഞ്ഞ സാധനം തന്നെയാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, ദെൻ ബേട്ടി ബച്ചാവോ ബേട്ടി ആദാവോ. എന്താ? പെൺകുട്ടികള് നോർത്തിലൊക്കെ ഈ പെൺകുട്ടികളുടെ അബോർഷൻ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെയൊക്കെ റിലേറ്റഡ് ആയിട്ട് പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷൻ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വന്ന ഒരു സ്കീമായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി ആദാവോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? നാഷണൽ പോളിസി 1974ന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള സ്കീമുകളാണ്. പിന്നെ നമുക്ക് പറയാം, ഇപ്പൊ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം, അതേപോലെ തന്നെ എനിക്ക് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ ഇത്ര ദിവസം പാല് കൊടുക്കണം, ഇത്ര ദിവസം മുട്ട കൊടുക്കണം. അതേപോലെ തന്നെ അംഗൻവാടികളിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പാല്, ഒരു ദിവസം മുട്ട, ഒരു ദിവസം കോറ, അങ്ങനെ 6 ദിവസം ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതെല്ലാം എന്താണ്? ഈ നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് അംഗൻവാടീസ് വഴി പീരീഡ്സ് ആയ സമയത്ത് പെൺകുട്ടികൾക്ക് പാഡുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത്. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, പിന്നെ അംഗൻവാടീസ് വഴി നമുക്ക് എന്താണ്? കൗൺസിലിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, ചൈൽഡ് കൗൺസിലിംഗ്സ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അംഗൻവാടികൾ വഴി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം ഈ നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാഷണൽ പോളിസി, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസിയിൽ എഴുതേണ്ടത്. ഈ 2 ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ, നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഡീറ്റെയിൽ ആയിട്ട് എഴുതാലോ. ഓക്കെ, ഇതില് ഇനി നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും
ഇതിൽ മെൻഷൻ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് വിശാഖ കമ്മിറ്റി എന്ന് പറയുന്നത്. അത് ഈ എന്താ പറയുക നാഷണൽ പോളിസിയിൽ വരുന്ന ഒരു സാധനം തന്നെയാണ് ഇന്ത്യയുടെ. പക്ഷെ ഇപ്പൊ ഈ വിശാഖ കമ്മിറ്റി നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. സംഭവം ഒന്നുമില്ല, പോക്സോ വന്നതിന് ശേഷം വിശാഖ കമ്മിറ്റി മെല്ലെ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. The Vishaka Committee is a committee that handles complaints of sexual harassment in the workplace. The committee was named after the 1997 Vishaka Judgment, which was a set of guidelines issued by the Supreme Court of India on preventing sexual harassment in the workplace. ഇപ്പൊ നമുക്കറിയാം പോക്സോ ഉണ്ട്, അത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഇനി വർക്ക് പ്ലേസിൽ നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു വിശാഖ കമ്മിറ്റി. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? Safeguard the rights of female employees and students, maintain a safe and healthy environment for women and girls, promote gender justice, prevent sexual harassment, provide a platform for female employees and students to file complaint, resolve complaint. ഒന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നവർത്തും നമ്മൾ പഠിക്കുന്നവർത്തും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സെക്ഷൽ ഹറാസ്മെന്റ് എന്നൊക്കെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു വിശാഖ കമ്മിറ്റി. അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനും ആ കംപ്ലൈന്റ്സിനെ റിസോൾവ് ചെയ്യാനും അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നിലവിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ് വിശാഖ കമ്മിറ്റി. പക്ഷെ ഇപ്പോ അത് നിലവിലില്ല കേട്ടോ. ഓക്കെ, പോക്സോ ഒക്കെ വന്നതിന് ശേഷം ഇതിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞ് അതിപ്പോ നിലവിലില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസീസിൽ എഴുതാനുള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം അറിയുന്നത് വെച്ച് കുറച്ച് പൊടുപ്പും തൊങ്ങലൊക്കെ കൊടുത്ത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അപ്പൊ നെക്സ്റ്റ് സെഷനിൽ കാണാം.